മക്കളെ, ഇന്ന് നമുക്ക് ബയാ ഹമാരി ചിടിയ റാണി മഹാദേവി വർമ്മയുടെ കവിത നോക്കാം. എക്സ്പ്ലെയിൻ വീഡിയോയാണ്, വിശദമായിട്ട് മലയാളത്തിൽ പറയുന്നുണ്ട്. നോക്കാം. ബയാ ഹമാരി ചിടിയ റാണി. ബയ എന്ന് പറഞ്ഞാൽ തൂക്കനാംകുരുവിയാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. ഈ കൂടിനെ കണ്ട, തൂക്കനാംകുരുവി. കുരുവി ഇങ്ങനെ കൂടുണ്ടാക്കുന്ന കണ്ടില്ലേ, ഇതാണ് തൂക്കനാംകുരുവി. ബയാ ഹമാരി ചിടിയ റാണി, അല്ലയോ ബയ ചിടിയ റാണി, അതായത് അല്ലയോ തൂക്കനാംകുരുവി. തിനുക്കെ ലാക്കർ മഹൽ ബനാത്തി, നീ പുൽക്കൊടികൾ ഉപയോഗിച്ച് മഹൽ കൊട്ടാരം ഉണ്ടാക്കുന്നു. തിനുക്ക എന്ന് പറഞ്ഞാൽ പുൽക്കൊടി ഉണ്ടാ, പുൽക്കൊടിയാണ്. എൻ്റെ ചുണ്ടിൽ കൊത്തിപ്പിടിച്ച കണ്ടില്ല പുൽക്കൊടി. ആ പുൽക്കൊടി കൊണ്ട് എന്ത് ചെയ്യുന്നു? കൊട്ടാരം ഉണ്ടാക്കുന്നു. ഇവിടെ കൂടിനെയാണ് കൊട്ടാരം എന്ന് പറഞ്ഞത് കേട്ടോ. ഊഞ്ചി ഡാലോം പർ ലടുക്കാത്തി, നീ അതിനെ ഉയർന്ന മരച്ചില്ലകളിൽ തൂക്കിയിടുന്നു. കണ്ടോ, ഉയർന്ന മരച്ചില്ലയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. മരത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ അല്ലേ, അത് വലിയ ഉയർന്ന മരമാണ്. ഉയർന്ന മരത്തിൻ്റെ ചില്ലയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തൂക്കിയിട്ടിരിക്കുന്നത്. ഊഞ്ചി ഡാലോം പർ ലടുക്കാത്തി, ഉയർന്ന മരച്ചില്ലകളിൽ തൂക്കിയിട്ട്. ഗേത്തോൻ സേ ഫിർ ദാനാലാത്തി, ഗേത്ത് പറഞ്ഞ വയലുകളിൽ നിന്ന്. ദാനാലാത്തി, ദാന പറഞ്ഞ ധാന്യം, വയലുകളിൽ നിന്ന് ധാന്യം കൊണ്ടുവരുന്നു. നദിയോം സേബർ ലാത്തി പാനി, നദികളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു. പാനി വെള്ളം, ലാന കൊണ്ടുവരിക, ലാത്തി കൊണ്ടുവന്നു. നദിയോം സേ നദികളിൽ നിന്ന്. ജൽ പറഞ്ഞ വെള്ളം നിറച്ചു കൊണ്ടുവരിക, ബർ പറഞ്ഞ നിറയ്ക്കുക. ബർ എന്താണ്? നിറയ്ക്കുക. നദികളിൽ നിന്ന് വെള്ളം നിറച്ചു കൊണ്ടുവരുന്നു. എങ്ങനെയാണ് കൊണ്ടുവരിക? ചുണ്ടിലാക്കിയിട്ടില്ലേ, നദികളിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. തുജ്കോ ദൂർ ന ജാനേ ദേംഗേ, ദാനോം സേ ആംഗൻ ബർ ദേംഗേ, നിന്നെ ഞങ്ങൾ ദൂരേക്ക് എങ്ങോട്ടേക്കും പോകാൻ അനുവദിക്കുകയില്ല. നിന്നെ ഞങ്ങൾ ദൂരേക്കൊന്നും പോകാൻ അനുവദിക്കുകയില്ല. ദാനോം സേ ആങ്കൺ ബർ ദേംഗേ, ദാനം എന്ന ധാന്യങ്ങൾ കൊണ്ട് മുറ്റം നിറയ്ക്കും. നിന്നെ ഞങ്ങൾ ദൂരേക്ക് വിടുകയില്ല. നീ ഒന്നിനു വേണ്ടിയും ദൂരേക്ക് പോവണ്ട. നിനക്ക് വേണ്ട ധാന്യങ്ങൾ ഞങ്ങൾ മുറ്റത്ത് നിറയ്ക്കും. ആർ ഹൗജ് മേ ബർ ദേംഗേ ഹാം, പിന്നെ ഞങ്ങള് ഹൗജ് മേ ബർ ദേംഗേ. ഹൗജ് പറഞ്ഞാല് വലിയ പാത്രമാണ്. ഹൗജ് വലിയ പാത്രം. ഹൗജ് മേ വലിയ പാത്രത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ബർ ദേംഗേ നിറച്ചു വെക്കും. മീട്ടാ ഡണ്ടാ പാനി, എന്താണ് അവർ വലിയ പാത്രത്തിൽ നിറച്ചു വെക്കാൻ പോകുന്നത്? മധുരമുള്ള തണുത്ത വെള്ളം. മീറ്റാ ഡണ്ടാ പാനി, മധുരമുള്ള തണുത്ത വെള്ളം നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വലിയ പാത്രത്തിൽ നിറച്ചു വെക്കും. അതുപോലെ തന്നെ നിനക്ക് ധാന്യങ്ങളും വെള്ളവും ഒക്കെ ഞങ്ങൾ മുറ്റത്തിങ്ങനെ വെക്കും. അതുകൊണ്ട് ഒന്നിനു വേണ്ടിയും നീ ദൂരേക്ക് പോവേണ്ടതില്ല. നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ഒരുക്കിത്തരാമെന്ന് കുട്ടികൾ പറയാണ്. ഫിർ അണ്ടേ സേയേഗി തൂ ജബ് ഫിർ അണ്ടേ സേയേഗി, എപ്പോഴാണോ നീ മുട്ട വിരിയിക്കുന്നത്? അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട, സേയകി എന്ന് പറഞ്ഞാൽ വിരിയിക്കുക. എന്താണ് സേയകി? വിരിയിക്കുക. നീ എപ്പോഴാണോ മുട്ടകൾ വിരിയിക്കുന്നത്? നികലേങ്കെ നന്നേ ബച്ചേ തബ് നന്നേ ബച്ചേ നികലേങ്കെ, അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. നീ മുട്ട വിരിയിക്കുമ്പോൾ കിളി മുട്ട വിരിയിക്കുകയാണ്. മുട്ട വിരിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഹം ആക്കർ ബാരി സേ കർ ലേങ്കെ ഉൻകി നിഗരാണി. ഹം ആക്കർ ഞങ്ങൾ വന്നിട്ട്, ബാരി നിരന്തരം, ഉൻകി നിഗരാണി കർ ലേങ്കെ ഞങ്ങൾ വന്ന് അതിനെ നിരന്തരം ഞങ്ങൾ പരിപാലിക്കും. നിഗരാനി പറഞ്ഞാൽ ദേഖ്ഭാൽ കർണ, സംരക്ഷിക്കുക. ഞങ്ങൾ അതിനെ സംരക്ഷിക്കും. എന്താണ് ചെയ്യുക? നിഗരാനി, ഞങ്ങൾ അതിനെ സംരക്ഷിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല പോലും നിനക്കുണ്ടാവുകയില്ല. ഞങ്ങൾ നോക്കിക്കോളാം നിന്റെ കുഞ്ഞിനെ. നീ മുട്ട വിരിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യാം? ഞങ്ങൾ അതിനെ മാറി ഈ പെൺകുട്ടി ആൺകുട്ടി ഉണ്ട്, രണ്ടുപേരും മാറി ഞങ്ങൾ അതിനെ സംരക്ഷിച്ചു കൊള്ളാം. നിനക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട? ഇവിടെ നിന്ന് എങ്ങോട്ടും പോവണ്ട, ഇവിടെ തന്നെ നിന്നോ ചിടിയ റാണി എന്ന് കുട്ടികൾ ചിടിയ റാണീനോട് പറയാണ്.
फिर जब उनके पर निकलेंगे उड़ जाएंगे बया बनेंगे फिर ജബ് ഉനക്കെ പർ നികലേങ്കെ ഫിർ പിന്നീട് എപ്പോഴാണോ ഉനക്കെ അവർക്ക് പർ പങ്ക് പറഞ്ഞാൽ ചിറക് പിന്നീട് എപ്പോഴാണോ അവർക്ക് ചിറക് മുളയ്ക്കുന്നത് പർ നികലേങ്കെ പറഞ്ഞാൽ ചിറക് മുളയ്ക്കുക പിന്നീട് എപ്പോഴാണോ അവർക്ക് ചിറക് മുളയ്ക്കുന്നത് ഉട് ജായെങ്കെ ബയാ ബനെങ്കെ അവര് ഭയ ആയിട്ട് അതായത് തൂക്കനാങ്കുരുവിയാവും പിന്നെ ചെറിയ കുഞ്ഞ് കുരുവി ഇങ്ങനെ വളർന്ന് ചിറക് മുളച്ച് പറക്കാനാവൂലേ തൂക്കനാങ്കുരുവിയായിട്ട് ഉടുജായെങ്കിൽ അത് പറന്നു പോകും തൂക്കനാങ്കുരുവിയായിട്ട് അത് പറന്നു പോകും ഹം തബ് തേരെ പാസ് രഹേങ്കെ അപ്പോഴും ഞങ്ങൾ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും ഹം ഞങ്ങൾ തബ് അപ്പോൾ തേരെ പാസ് രഹേങ്കെ നിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാകും അതായത് നീ കുറച്ച് മുട്ടകളൊക്കെ വിരിയിച്ചിട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കും അങ്ങനെ അത് വളർന്നു കഴിയുമ്പോൾ ചിറക് മുളച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ അത് ചെയ്യും അതൊറ്റയ്ക്ക് പറന്നു പോവും അപ്പോൾ ഇവിടെ തൂക്കനാങ്കുരുവി ഒറ്റയ്ക്കായില്ലേ കുഞ്ഞുങ്ങളൊക്കെ പറന്നു പോയാൽ തൂക്കനാങ്കുരുവി ഒറ്റയ്ക്കായി അപ്പം എന്താണ് കുട്ടികൾ പറയുന്നത് കുട്ടികൾ അതിൻ്റെ തൂക്കനാങ്കുരുവിയുടെ കുഞ്ഞുങ്ങൾ പറന്നു പോയാലും ഞങ്ങൾ എപ്പോഴും നിന്റെ അരികിൽ തന്നെ ഉണ്ടാവും ഞങ്ങൾ എങ്ങോട്ടും പോകുകയില്ല നിന്നെ പരിപാലിച്ചുകൊണ്ട് നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും നിന്റെ മക്കൾ പറന്നു പോയാലും ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാണ് കുട്ടികളല്ലേ ഹം തബ് തേരെ പാസ് രഹേങ്കെ ഞങ്ങൾ അപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും തൂ രോനാമത്ത് ചിടിയാറാണി നീ കരയാതിരിക്കൂ ചിടിയാറാണി ബയാ ഹമാരി ചിടിയാറാണി അല്ലയോ ഞങ്ങളുടെ തൂക്കനാങ്കുരുവി നീ കരയാതിരിക്കൂ നിനക്ക് ഞങ്ങളുണ്ട് നിന്റെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ടായിരിക്കും എന്നാര് പറയുകയാണ് കുട്ടികൾ തൂക്കനാങ്കുരുവിയോട് പറയുകയാണ് അതാണ് നമ്മുടെ ബയാ ഹമാരി ചിടിയാറാണി എന്ന കുഞ്ഞു കവിത ഓക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ടെക്സ്റ്റ് ബുക്ക് അതായത് ഈ കവിത നന്നായിട്ട് വായിക്കുക നന്നായിട്ട് വായിച്ച് പഠിക്കണം മീനിങ് പഠിക്കണം ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ